السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين ما بعد. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعهم بإحسان رضي الله عنهم ورضوا عنه صدق الله مولانا الكريم. ആദരണീയരായ സയ്യിദ് ഹംസ ബാഫഖി തങ്ങൾ, സയ്യിദ് അബ്ദുൽ ഖാദിർ ശിഹാബ്, നൗഫൽ ശിഹാബ്, പ്രിയങ്കരനായ അസ്ൽ ബാഖവി, താഹയമാനി, സൈനുൽ ആബിദീൻ തങ്ങൾ അടക്കമുള്ള വേദിയിലുള്ള അഭിവന്ദരായ പണ്ഡിതന്മാർ, കാരണവന്മാർ, ഇവിടെ ഒരുമിച്ച് കൂടിയ എൻ്റെ പ്രിയ സഹോദരൻ, സർവാധിപനായ റബ്ബ് തആല നാം ഈ ഒരുമിച്ച് കൂടിയ സംഗമം അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. സമസ്ത എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് തികയാനിരിക്കുകയാണ്. ഒരു വർഷത്തോളമായി വാർഷിക മഹാസംഗമത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിലാണ് സമസ്തയുടെ ഹാദിമീങ്ങളായ പ്രവർത്തകരൊക്കെ ഇന്ന് ഓരോ നിമിഷവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് മുമ്പ് കടന്നുപോയ മഹാരഥന്മാർ നമ്മളിലേക്ക് ഏൽപ്പിച്ചു തന്ന ഒരു മഹത്തായ ഒരു ആദർശ സംവിധാനമാണ് സമസ്ത കേരള ജമിയത്തുള്ളത്. നമുക്കറിയാമല്ലോ, 1926 കോഴിക്കോട് ചേർന്ന മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ, ഉമറാക്കളടങ്ങുന്ന ഒരു സംഘമാണ് ഈ ഒരു സംവിധാനത്തിന് രൂപപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ ഒരു സംഘടനാ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സംഘടന എന്ന് നമുക്ക് പറയുന്നുവെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ വഴികളെ പരിശോധിക്കുമ്പോൾ മുത്ത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി തങ്ങളും അവിടുത്തെ സഹാബത്തുൽ കിറാമും താബികളിലും എന്തായിരുന്നോ ഈ ലോകത്ത് വിളിച്ചു പറഞ്ഞത്, ആ മഹത്തായ ആദർശവും ആ വിജ്ഞാനവും ആ ദീനും അതിങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നതിനിടക്ക് ഉണ്ടായ ചില വ്യതിയാനങ്ങൾ, അതിനെ തടയിടാനും ജനങ്ങളെ വിശ്വാസങ്ങളെ ഉറപ്പിച്ചു നിർത്താനും അതിന് കാവൽ നിൽക്കാനും ഒരു സംഘടിത സ്വഭാവം എന്നുള്ള മഹാന്മാരായിരിക്കുന്ന 40 അംഗ മുശാവറാംഗങ്ങൾ അതിന് രൂപം കൊടുത്തത് മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ മഹാനവറുകൾ അടങ്ങുന്ന സദാതീങ്ങൾ, സൂഫി വര്യന്മാരായിരിക്കുന്ന മഹാരഥന്മാർ. അവരിങ്ങനെ രൂപപ്പെടുത്തിയപ്പോൾ യഥാർത്ഥത്തിൽ ഒരു നൂറ്റാണ്ടല്ല, അത് പതിറ്റാണ്ടുകളല്ല, 100 ആണ്ടുകളല്ല, ഹബീബായ തങ്ങൾ തൊട്ടുള്ള എല്ലാ മഹാന്മാരായിരിക്കുന്ന മഹത്തുക്കളും ഇവിടെ വളർത്തിക്കൊണ്ടുവന്ന ആ മഹത്തായ ദീൻ, അതിൻ്റെ യഥാർത്ഥ ഒരു പാതയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. അത് ഇന്നും അതിൻ്റെതായിരിക്കുന്ന യഥാർത്ഥ വഴിയിലൂടെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ 100 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഈ കാലയളവിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ സമൂഹത്തിന് ചെയ്ത നന്മകളെ നാം പരിശോധിക്കുമ്പോൾ എന്തായിരുന്നു ഇവിടെ ഈ 100 വർഷത്തിനിടയിൽ അവർ ഈ മഹത്തായ സംഘടന സംവിധാനിച്ചതിൽ പിന്നിൽ എന്തായിരുന്നു ലക്ഷ്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. കാരണം വിശ്വാസമാണ് ഏതൊരാളുടെയും അടിസ്ഥാന വിശ്വാസം. കർമ്മപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതുമുണ്ടാവാം. കർമ്മപരമായ പല ഇമാമിയങ്ങൾ നമുക്ക് മുമ്പ് കടന്നു പോയിട്ടുണ്ട്. പക്ഷേ വിശ്വാസം എന്നത് യഥാർത്ഥ ഒന്ന്, അതാ കലിമത്ത് തൗഹീദ്. അതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. അതിൽ നിന്ന് എന്ന് നമുക്ക് വ്യതിചലനം സംഭവിക്കുന്നുവോ അത് നമ്മുടെ ആഖിറത്ത് നഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. ആ വിശ്വാസത്തെ അടിയുറപ്പിച്ച് നിർത്താനാണ് മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ ഒരു മഹത്തായ പ്രസ്ഥാനം ഇന്ന് നിലകൊള്ളുന്നത്. അത് യഥാർത്ഥ വഴിയാണ് എന്നുള്ളത് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് മുമ്പേ കടന്നുപോയ മഹാരഥന്മാർ, ഇതിന് നേതൃത്വം നൽകിയ മഹാരഥന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ, അവരുടെ അവസാന നിമിഷം, അവരുടെ മരണം തന്നെയാണ് നമുക്കിതിന് പാഠം എന്നുള്ളത്.
ജനിച്ച മഹാനായ ശൈഖുനാ ശംസുൽ ഉലമായി തങ്ങൾ അവരുടെ വഫാത്ത് നമുക്കറിയാമല്ലോ. അവർ വഫാത്തിൻ്റെ വേളയിൽ അവർ കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബൈയുടെ ബാങ്കിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തിന് ജവാബ് പറഞ്ഞുകൊണ്ടാണ് വഫാത്തായതെങ്കിൽ നമുക്കറിയാമല്ലോ. KT മാനുസ്ലിയാർ നമ്മളോട് ഇവിടെ പറഞ്ഞ എങ്ങനെയായിരുന്നു? കോഴിക്കോടിൻ്റെ കടപ്പുറത്ത് നിന്നുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ലക്ഷക്കണക്കായ ആളുകൾ കേൾക്കേമറെ മഹാനവൾ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് വഫാത്തായി നമ്മൾ കണ്ടവരാണ്. ഫരീദുസ്ഥാനെ പറ്റി സംബന്ധിച്ച് പറയുമ്പോഴും മഹാനായ ഉമർ ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴും അവിടെയൊക്കെ വഫാത്തുകളാണ്. അവർ നിലകൊന്ന പ്രസ്ഥാനം അത് സത്യത്തിൻ്റെ പാതയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നു. അവർ നയിച്ച പാത, അവർ സഞ്ചരിച്ച വഴി, അവർ ഇവിടെ പ്രചരിപ്പിച്ച സംവിധാനം, അതാണ് മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പ്രസ്ഥാനം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഉറപ്പിച്ച് നിർത്തണം, നമ്മുടെ ഈമാനിന് കാവലാവണം. ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ തികെ പറ്റും. ഭൗതികമായ പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകും, പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ടാകും. പക്ഷേ ഈ കാണുന്ന 40 അംഗ മുശാവറാങ് എന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നൊരു പാത സത്യത്തിൻ്റെ പാതയാണ്. അവരിൽ നിന്ന് തെറ്റ് സംഭവിക്കൂല എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തിൻ്റെ നമുക്കുള്ള ഈ ആദർശത്തിന് വ്യതിയാനം സംഭവിക്കാൻ സാധ്യമല്ല. വിശ്വാസികളാണ്, മുഅ്മിനീങ്ങളാണ്, പലതും സംഭവിച്ചേക്കാം. പക്ഷേ ഈ 40 അംഗം കൂടുമ്പോൾ തെറ്റ് വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇവർ നമ്മളിലേക്ക് ഏൽപ്പിക്കുന്ന ഈ ദൗത്യം എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ഈമാൻ്റെ കാര്യമാണ്. ആ ഈമാൻ്റെ സംരക്ഷണമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ 100 വർഷം നമ്മളിലേക്ക് നയിച്ചത്. ഇവിടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. അഭിമാനിക്കാൻ വകയുള്ള ഏതൊരു രാജ്യങ്ങളിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള പ്രാഥമിക വിദ്യാഭ്യാസ സംവിധാനമല്ലേ നമ്മുടെ നാടുകളിൽ പ്രചരിപ്പിച്ചത്. 11,000-ൽ പരം വരുന്ന മദ്രസകൾ, ആയിരക്കണക്കായ കോളേജുകൾ, ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നു. പ്രാഥമിക വിദ്യാഭ്യാസ സംവിധാനം പല രാജ്യങ്ങളില്ല. അതുകൊണ്ട് തന്നെയാണ് അന്താരാഷ്ട്ര സമ്മേളനം നടക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് 32 രാജ്യങ്ങളിലുള്ള ആയിരക്കണക്കായ വിദ്യാർത്ഥികൾക്ക് കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലുള്ള സമസ്തയുടെ ഓഫീസിൽ നിന്ന് 24 മണിക്കൂറാണ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ രാജ്യത്തിനും അതിൻ്റെ സമയം ക്രമീകരിച്ചുകൊണ്ടുള്ള അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പണ്ഡിതന്മാർ. അവരുടെ സമയം എന്നുള്ളത് പാതിരാവിലെ 2 മണിക്കായിരിക്കാം, 1 മണിക്കായിരിക്കാം, 4 മണിക്കായിരിക്കാം. ഓരോ രാജ്യത്തിനനുസൃതമായ ഓരോ സമയങ്ങളിലും ഇവിടെ നിന്നും പ്രാഥമികമായ വിദ്യാഭ്യാസം നമ്മുടെ മദ്രസകളിലൊക്കെ നാം രാവിലെ 7 മണിക്ക് തുടങ്ങുന്നില്ല, 6 മണിക്ക് തുടങ്ങുന്ന മദ്രസകളിൽ എങ്ങനെയാണോ പ്രാഥമിക വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു സംവിധാനം ഓൺലൈനിലൂടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആയിരക്കണക്കായ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഒരു അന്താരാഷ്ട്ര സമ്മേളനം ഒരു നല്ല ഒരു ഭംഗിവാക്ക് പറയല്ല, മറിച്ച് അന്താരാഷ്ട്ര സമ്മേളനം തന്നെയാണ് സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്രമാത്രം അഭിമാനിക്കാനും പറയാനും വക സമസ്തക്കുണ്ട് എന്ന് പറയുന്നത്. അതിന് വലിയ സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. നാഷണൽ തലത്തിൽ വിദ്യാഭ്യാസ സംവിധാനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ പുറത്ത് ഒരുപാട് രാജ്യങ്ങളിൽ, ഈ അടുത്ത് തമിഴ്നാട്ടിൽ നമുക്കറിയാം 4-5 സ്ഥാപനങ്ങളാണ് സമസ്ത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളാണ്. 100-200ഓളം വിദ്യാർത്ഥികൾക്ക് കൃത്യമായി കേരളത്തിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസ്ഥാനത്തിൻ്റെ നേരിട്ട് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഒരുപാട് ലക്ഷക്കണക്കായ റുപ്യ സംവിധാനങ്ങൾ ആവശ്യമുണ്ട്, കോടിക്കണക്കായ റുപ്യ സ്ഥാപനങ്ങൾ വേണ്ടി വരുന്നുണ്ട്. കാരണം നാം ഇന്നോ 26-ൽ നമ്മുടെ നാടുകളിൽ എന്തായിരുന്നോ വിശ്വാസത്തിൽ നിന്ന് സമൂഹത്തെ വ്യതിചലിപ്പിക്കുന്ന രീതിയിൽ ആദർശത്തിന് വ്യതിചലിച്ച പലരും നമ്മുടെ മുന്നോട്ട് വന്നപ്പോൾ രൂപീകൃതമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത് ഇന്ന് തമിഴ്നാട്ടിൽ അനിവാര്യമായി വന്നിരിക്കുകയാണ്. ഇതേ ഒരു കാരണം കൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിലും നമ്മുടെ സമസ്തയുടെ സംവിധാനം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ 5 സ്ഥാപനങ്ങളുണ്ട്. തിരുപ്പൂരുണ്ട്, പറങ്കിപ്പേട്ടയുണ്ട്, രാമനാഥപുരത്തുണ്ട്, മുത്തുപേട്ടയിലുണ്ട്, കോയമ്പത്തൂരുണ്ട്, എല്ലായിടങ്ങളിലുണ്ട്. മാത്രമല്ല കേരളത്തിൻ്റെ പുറത്ത് കർണാടകയിലും ഇങ്ങനെ വടക്കൻ കേരള ഇന്ത്യയിലുമൊക്കെ തന്നെ വടക്കേ ഇന്ത്യയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സംവിധാനം വളർത്തി കൊണ്ടുവരികയാണ്. ഇതൊക്കെ എന്താണ്? വിശ്വാസത്തെ കാവൽ നിന്നുകൊണ്ട് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. കർമ്മപരമായ പല വ്യത്യാസങ്ങളും മദ്ഹബിൻ്റെ ഇമാമുകൾ ധാരാളം നമ്മുടെ മുമ്പ് കടന്നുപോയില്ലേ? ഒരുപാട് മദ്ഹബിൻ്റെ ഇമാമുകൾ, പല ഇമാമികൾ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, കർമ്മപരമായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ഒന്നാണ്. അതിൽ നിന്ന് യാതൊരു മാറ്റം സംഭവിക്കാൻ പാടില്ല, അതിന് പ്രയാസം സംഭവിക്കാൻ പാടില്ല.
അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നൂറ്റാണ്ട് തേക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ആത്മീയ നാമായി നേതൃത്വം നൽകുന്ന മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരുണ്ട്, മഹത്തുക്കളായ സാദാത്യങ്ങളുണ്ട്. നാം കാണുന്നവരല്ല. മഹാനായ സയ്യിദുൽ ഉലമ പറയുന്നത് പോലെ ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത് ഈ കാണുന്ന 40 അംഗം ഷാബറെന്ന് ഒരിക്കലും മനസ്സിലാക്കണ്ട. മറിച്ച് ആത്മീയമായ നേതൃത്വം ഇതിൻ്റെ മുന്നേ അവർ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കടിഞ്ഞാണ് നമ്മളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന് പോകുന്ന വഴി എന്നുള്ളത് യഥാർത്ഥ സത്യത്തിൻ്റെ വഴിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസം, ദുന്യാവ് നഷ്ടപ്പെടും, കുറഞ്ഞ കാലയളവാണ്. ഈ ഉമ്മത്തിൻ്റെ വയസ്സ് തന്നെ 60-70 വയസ്സുകാലമാണ് ജീവിച്ചു വരും. ഏറെ 50-100 വർഷം വയ്ക്കും. പക്ഷേ നമുക്ക് അനന്തമായൊരു ജീവിതം നമുക്ക് വരാറുണ്ട്. ആ അനന്തമായ ജീവിതം എന്നുള്ളത് അവിടെ നമ്മുടെ വിശ്വാസം ഉറച്ചെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വിശ്വാസത്തെ കാവൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ ഈമാൻ രക്ഷിക്കാൻ നമ്മളൊക്കെ മുന്നോട്ട് വരിക. വരാനിരിക്കുന്ന സമ്മേളനമുണ്ട്, വാർഷിക മഹാസമ്മേളനം. ഇതിലൊക്കെ എല്ലാവരും പങ്കാളികൾ, ലക്ഷക്കണക്കായ ആളുകൾ പങ്കെടുക്കും. ലക്ഷക്കണക്കായ ആൾ, നമുക്കറിയാം ആലപ്പുഴയിൽ 25ഓളം ലക്ഷം ആളുകൾ, 25 ലക്ഷത്തിലെ ആളുകൾ പങ്കെടുത്തെങ്കിൽ അതിനേക്കാൾ ആളുകൾ പങ്കെടുക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യും, റബ്ബേ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണേ എന്ന് അവിടെ ദുആ ചെയ്യുമ്പോൾ ഔലിയാക്കന്മാരുണ്ടാകും, സ്വാലിഹീങ്ങളുണ്ടാകും, ഒരുപാട് മുഅ്മിനീങ്ങളുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആക്ക് ഇജാബത്ത് ചെയ്യും. ആ ദുആയിൽ പങ്കെടുക്കാൻ എല്ലാവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ കൂടുതലും പിരിയിലൊക്കെ സ്വാലിഹ അമലായി അള്ളാഹു നമ്മിൽ കബൂൽ ചെയ്യട്ടെ. നമുക്ക് കടന്നുപോയ മഹാരഥന്മാരായിരിക്കുന്ന സാദാത്യങ്ങൾ, ഉലമാക്കൾ, അവിടെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ, അവർക്ക് കാഫിയത്ത് ആരോഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പ്രിയങ്കരനായ സംസ്ഥയുടെ ട്രഷറർ കോയ ഉസ്താദ് സുഖമില്ലാതെ ആശുപത്രിയിലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്ത് ആരോഗ്യം മായ്സ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ സംസ്ഥയുടെ ഉപാധ്യക്ഷൻ റഹീം മുസ്ലിയാർ സുഖമില്ല, വീട്ടിലാണ്, വിഷമത്തിലാണ്. എത്രയും പെട്ടെന്ന് അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, നമ്മുടെ നേതാക്കന്മാർ. സുഖമില്ലാത്ത ആഫിയത്ത് ആരോഗ്യം മായ്സ് നൽകണേ റഹ്മാനെ. നമ്മൾ ഈ കൂടി ഇത് സ്വാലിഹ അമലായി കബൂൽ ചെയ്യണേ അള്ളാഹ്. പറഞ്ഞതും കേട്ടതൊക്കെ നീ നിന്റെ മാർഗ്ഗത്തിൽ തൃപ്തിപ്പെട്ട അമലായി സ്വീകരിക്കണേ അള്ളാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.